കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനാര് എന്ന ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. നിരവധി പേരുകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നു കേട്ടിരുന്നു. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ജോസഫ് വാഴക്കൻ തുടങ്ങിയവരുടെ പേരുകളാണ് പ്രാഥമികമായി ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ കൊടിക്കുന്നിൽ സുരേഷിന് KPCC അധ്യക്ഷനാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നീണ്ട 35 വർഷത്തെ പാർലമെന്ററി പരിചയം, അതുപോലെ തന്നെ മികച്ച സംഘാടകൻ, മികച്ച ജനപ്രതിനിധി, മികച്ച നേതാവ്, ജനങ്ങളുമായി ഏറ്റവും അടുത്തു പെരുമാറുന്ന നേതാക്കളിൽ ഒരാൾ തുടങ്ങിയ വിശേഷണങ്ങൾ തീർച്ചയായിട്ടും കൊടിക്കുന്നിലിന് ഗുണകരമാണ്. കേരളയിൽ സമരമുണ്ടായപ്പോൾ സ്വന്തം പ്രദേശത്ത് നേരിട്ടെത്തി പോലീസിനോട് നേരിട്ട് മല്ലിട്ട വ്യക്തി കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP. മാത്രമല്ല, അദ്ദേഹം പിന്നാക്ക വിഭാഗക്കാരനായതിനാൽ ഇതുവരെ കോൺഗ്രസിൽ ഒരു പിന്നാക്ക വിഭാഗക്കാരൻ അധ്യക്ഷനായി വന്നിട്ടില്ല എന്നതുകൊണ്ടും ഈ ഒരു ജാതി സമവാക്യങ്ങൾ കൂടി ഈ ഒരു പരിഗണനയിൽ വരും എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് KPCC അധ്യക്ഷനാവുകയാണെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസിന് കൂടുതൽ ഊർജം പകരും എന്ന് വിശേഷിപ്പിക്കുന്നവരുമുണ്ട്. മറ്റൊരു പേര് ഉയർന്നു കേൾക്കുന്നത് ബെന്നി ബെഹനാന്റേതാണ്. അദ്ദേഹം UDF കൺവീനറായും MP ആയും ഒക്കെ ദീർഘകാലത്തെ പാർലമെന്ററി പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹവും മിടുക്കൻ തന്നെയാണ് എന്നാണ് പൊതു അഭിപ്രായം. പിന്നീട് ജോസഫ് വാഴക്കന്റെ പേരാണ് ഉയർന്നു കേട്ടത്. രമേശ് ചെന്നിത്തല ജോസഫ് വാഴക്കനെ KPCC അധ്യക്ഷനാക്കണം എന്ന നിർദ്ദേശം വച്ചതായുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ സീറ്റ് ജോസഫ് വാഴക്കന് നൽകാം എന്ന ആദ്യഘട്ടത്തിൽ ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം അതനുസരിച്ച് പോസ്റ്ററും ഫ്ലക്സും വരെ അടിക്കുകയും ചെയ്തു. പിന്നീടാണ് നാട്ടകം സുരേഷിന് സീറ്റ് കൊടുക്കുകയും ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് മികച്ച ഭൂരിപക്ഷത്തിൽ മുൻ മന്ത്രി കൂടിയായ VN വാസുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഒരു MLA സ്ഥാനം നഷ്ടപ്പെടാൻ ഇടയാക്കിയ കാരണം കൊണ്ട് ചിലപ്പോൾ ജോസഫ് വാഴക്കനെ പ്രധാനപ്പെട്ട ഒരു നേതാവായി തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. എങ്കിലും കൂടുതൽ ആളുകൾ പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് തന്നെയാണ്. അദ്ദേഹത്തിന് ഗ്രൂപ്പിലും പാർട്ടിയിലും എതിരാളികൾ കുറവാണ് എന്നും പറയപ്പെടുന്നു. പിന്നെ അദ്ദേഹം MP ആയതുകൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനം കൂടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ സാധിക്കും എന്നും പറയപ്പെടുന്നു. പാർലമെന്റ് സമ്മേളനം വരുമ്പോൾ അവിടെ ഹാജരായാൽ മതി. ബാക്കി സമയം മുഴുവൻ അദ്ദേഹത്തിന് കേരളത്തിൽ അദ്ദേഹത്തിന്റെ മാവേലിക്കര മണ്ഡലത്തിൽ ചെലവഴിക്കുകയും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹാരം കാണുകയും ഒക്കെ ചെയ്യാം എന്ന വാദവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന് തന്നെയാണ് സാധ്യത എന്ന രീതിയിലുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. മുഖ്യമന്ത്രി VD സതീശൻ തുടർ ചർച്ചകൾക്കായി ഡൽഹിയിൽ തുടരുകയാണ്. അദ്ദേഹം മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണുന്നുണ്ട്. എന്തായാലും ഇന്നോ നാളെയോ KPCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് ഒരു അവസാന പേര് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയേക്കാൾ വലിയ പൊസിഷനാണ് KPCC അധ്യക്ഷ സ്ഥാനം. അപ്പം അതിലേക്ക് പരിഗണിക്കുന്നവരുടെ ആ മെറിറ്റും മറ്റ് കാര്യങ്ങളുമൊക്കെ കൂടുതൽ നോക്കേണ്ടതുണ്ട് എന്നാണ് AICC നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയവരുമായിട്ടാണ് VD സതീശൻ കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തിയത്. ഇന്നോ നാളെയോ പുതിയ KPCC അധ്യക്ഷൻ ആരാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും എന്ന് കരുതാം. കൊടിക്കുന്നിൽ സുരേഷിന് തന്നെയാണ് കൂടുതൽ സാധ്യത എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടത്.